ദുബായ് KMCCയുടെ ആഭിമുഖ്യത്തിൽ ലീഗൽ അദാലത്ത് നാളെ രാവിലെ 9 മുതൽ ദുബായ് KMCC അൽബറാഹ ആസ്ഥാനത്ത് നടക്കും. പ്രമുഖ അഭിഭാഷകർ അടങ്ങുന്ന ലീഗൽ പാനലിന്റെ സഹായം ഇതനുസരിച്ച് സൗജന്യമായി പ്രവാസികൾക്ക് ലഭിക്കും. ദുബായ് വിമാനത്താവളത്തിലെ റൺവേ അറ്റകുറ്റപ്പണി നടക്കുന്ന വേളയിൽ എമിറേറ്റ്സ് എയർലൈൻസിന്റെ സർവീസുകളിൽ കുറവുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. 40ഓളം സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളാണ് വെട്ടിക്കുറക്കുക. ചില വിമാനങ്ങളുടെ സമയത്തിൽ മാറ്റത്തിനും സാധ്യതയുണ്ട്. എന്നാൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ സർവീസ് വെട്ടിക്കുറക്കുന്നത് ബാധിക്കില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ സംവിധാനത്തിൽ ഇതനുസരിച്ചുള്ള ക്രമീകരണം നേരത്തെ വരുത്തിയിരുന്നു. മെയ് 1 മുതൽ ജൂലൈ 20 വരെയാണ് വിമാനത്താവളത്തിന്റെ അറ്റകുറ്റപ്പണികൾ നിശ്ചയിച്ചിരിക്കുന്നത്. റിയാദിൽ നടക്കുന്ന 6ാമത് സൗദി ട്രാവൽ ആൻഡ് ടൂറിസം ഫെയറിൽ സന്ദർശക പ്രവാഹം തുടരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ടൂറിസം അതോറിറ്റികളും ടൂർ ഓപ്പറേറ്റർമാരും പങ്കെടുക്കുന്ന മേള വിനോദസഞ്ചാരത്തിന് തയ്യാറെടുക്കുന്നവർക്ക് നിരവധി സാധ്യതകളാണ് തുറന്നുവെക്കുന്നത്. 48 രാജ്യങ്ങളിൽ നിന്നായി 200ഓളം പ്രദർശകരാണ് കിങ്ഡം ടവറിലെ 4 സീസൺ ഹോട്ടലിൽ നടക്കുന്ന റിയാദ് ട്രാവൽ ആൻഡ് ടൂറിസം ഫെയറിൽ പങ്കെടുക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പുറമെ ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മൗറീഷ്യസ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാന പവലിയനുകൾ ഒരുക്കിയത്. ഇപ്പോൾ അറബികൾ സന്ദർശിക്കാൻ കൂടുതലായി ഇഷ്ടപ്പെടുന്ന ശ്രീലങ്ക വലിയ പവലിയനാണ് ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള ഗേറ്റ്വേ മലബാർ ഹോർഡിംഗ്സ് ആണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന ഏക സ്ഥാപനം. കേരളത്തിൽ സന്ദർശനം നടത്തുന്നതിന് സൗദികൾക്ക് വലിയ താൽപ്പര്യമാണുള്ളതെന്ന് മലബാർ ഹോർഡിംഗ്സ് പ്രതിനിധികൾ പറഞ്ഞു. ടൂറിസം സ്പോട്ടുകളിലെ ട്രാവൽ ഏജൻസികളും വിമാന കമ്പനികളും ഒരുമിക്കുന്ന ഫെയറിൽ വിദേശ സഞ്ചാരത്തിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരാനുള്ള കാരണം ഒരു വിദേശയാത്ര പോകണമെന്നൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, എല്ലാ രാജ്യത്തുള്ള സ്റ്റോൾ അവിടെ ഉണ്ടാവും, അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും കിട്ടും. അതുകൊണ്ട് ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പം വളരെയധികം തൃപ്തിയായി. ഒരുവിധം എല്ലാ രാജ്യത്തിൻ്റെയും കൗണ്ടറുണ്ട്, എല്ലാ എയർലൈൻസിൻ്റെ ഉണ്ട്, ടൂറിസം ഡെവലപ്മെൻറ്റ് എല്ലാ സ്ഥലത്തിൻ്റെ ഉണ്ട്. കഴിഞ്ഞ വർഷം 14,000 സന്ദർശകരാണ് മേളയ്ക്കെത്തിയത്. ഇത്തവണ 20,000 പേർ സന്ദർശിക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് അറബികൾ കൂടുതലായി വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്താറുള്ളത്. ഇത് മുമ്പിൽ കണ്ട നിരവധി രാജ്യങ്ങളും സ്ഥാപനങ്ങളും വിപണന തന്ത്രവുമായി മേളയ്ക്കെത്തിയപ്പോൾ ഇന്ത്യയുടെ സാന്നിധ്യം കുറഞ്ഞത് ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ചൊവ്വാഴ്ച ആരംഭിച്ച മേള വെള്ളിയാഴ്ച സമാപിക്കും. വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ സൗജന്യമായി മേള സന്ദർശിക്കാം. മീഡിയ 1, റിയാദ്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരുടെ എണ്ണം കൂടുമ്പോഴും ഉപരിപഠനത്തിന് വേണ്ടത്ര സീറ്റുകളില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി കോഴ്സിന് പ്രവേശനം ലഭിക്കാതെ പുറത്തിരിക്കേണ്ടി വരിക. വടക്കൻ കേരളത്തിൽ 1,00,000-ലധികം വിദ്യാർത്ഥികൾ ഓപ്പൺ സ്കൂളുകളെ ആശ്രയിക്കേണ്ടി വരും. SSLC പരീക്ഷയിൽ 4,42,678 പേരാണ് ഉന്നത പഠനത്തിന് അർഹത നേടിയത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ITI, പോളിടെക്നിക് മേഖലകളിലായി സംസ്ഥാനത്തുള്ളത് 3,65,520 സീറ്റുകളാണ്. 77,158 പേർക്ക് ഉപരിപഠനത്തിന് വഴിയില്ല. ഇതിൽ 55,000-ഓളം പേർ മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണ്. കാസർഗോഡ് ജില്ലയിൽ 5,535 പേരും, കണ്ണൂരിൽ 5,223 പേരും, വയനാട്ടിൽ 3,141 പേരും ഹയർ സെക്കൻഡറി പഠനത്തിന് പുറത്താവും. മലപ്പുറത്ത് 22,022 പേർക്കും, കോഴിക്കോട് 9,216 പേർക്കും, പാലക്കാട് ജില്ലയിൽ 5,535 പേർക്കും ഹയർ സെക്കൻഡറി പഠനം സാധ്യമാവില്ല. കോടതി അനുവദിച്ചതോടെ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ച് 34,000 സീറ്റുകൾ ഈ വർഷം സൃഷ്ടിക്കുവാൻ സർക്കാരിന് സാധിക്കും. എന്നാൽ ലബ്ബ കമ്മീഷൻ ശുപാർശ നടപ്പാക്കുന്നതിലൂടെ കഴിഞ്ഞ വർഷം ഓരോ ബാച്ചിലും അനുവദിച്ചിരുന്ന അധിക സീറ്റുകൾ ഈ വർഷം നഷ്ടമാകും. ഇതും 34,000 ഫലത്തിൽ ഈ വർഷം സീറ്റ് വർധന ഉണ്ടാവില്ല. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള വിവേചനമാണ് വടക്കൻ കേരളത്തിൽ സീറ്റുകൾ തികയാത്തതിന് കാരണമെന്ന് ആക്ഷേപമുണ്ട്. തെക്കൻ ജില്ലകളിൽ ചിലയിടത്ത് ഹയർ സെക്കൻഡറിക്ക് അപ്ലിക്കൻസ് ഇല്ല, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന ഒരു പ്രശ്നം. ഒരു പ്രത്യേക പരിഗണന വടക്കൻ കേരളത്തിന് കൊടുക്കാൻ ഇന്നത്തെ ഗവൺമെൻറ് തയ്യാറാവണം. അതിൽ ഉദ്യോഗസ്ഥരാണെങ്കിലും ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണെങ്കിലും നമ്മളൊന്നായി കാണുന്നില്ല ഒരേപോലെ. അതാണ് പ്രശ്നം. മലബാറിൽ SSLC പാസ്സായവർക്ക് ഉന്നത പഠനം സാധ്യമാവണമെങ്കിൽ വിവിധ ജില്ലകളിലായി 1,000-ലധികം ബാച്ചുകൾ വേണം. എന്നാൽ പുതിയ അധ്യയന വർഷത്തിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ സർക്കാർ അനുവദിക്കുക 678 ബാച്ചുകൾ മാത്രമാണ്. SSLCയുടെ വിജയശതമാനം വർദ്ധിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പുറത്തിരിക്കാൻ കാരണമെന്നും വാദമുണ്ട്. പരീക്ഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഗൗരവം കൊടുക്കണം. ഇപ്പോൾ SSLC വെറും ഒരു പ്രഹസനമായിട്ട് മാറിയിരിക്കും. എല്ലാ സ്കൂളുകൾക്കും 100% റിസൾട്ട്. അപ്പോൾ കമ്പാരിറ്റീവ് മെറിറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാകും.
അതുകൊണ്ട് SSLCയുടെ മുകളിലൊരു ടേപ്പറിങ് വേണമെന്നുള്ളതാണ് അഭിപ്രായം. പാസ് പെർസെൻറ്റേജ്. നജാത്തുള്ള, മീഡിയ 1, കോഴിക്കോട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി ഇന്ത്യക്കാരുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. +2 ശേഷമുള്ള തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരം വളരെ കുറവാണ് എന്നതാണ് പ്രധാന പ്രശ്നമായി ആരോപിക്കപ്പെടുന്നത്. NRI വിദ്യാർത്ഥികൾക്ക് കേരളത്തിലും പഠനത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നുവെന്നതും ഇവരെ അലട്ടുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരുടെ മക്കൾ വിദ്യാഭ്യാസ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ചെറിയ ക്ലാസുകളിലെ അഡ്മിഷൻ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. +2 പൂർത്തിയാക്കിയവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളില്ലെന്നതും ഇത് ഇന്ത്യൻ സർക്കാർ തീരെ പരിഗണിക്കുന്നില്ലെന്നതുമാണ് മുഖ്യ പ്രശ്നം. ഇന്ത്യയിലെ നിരവധി വരുന്ന സർവകലാശാലകളിൽ ചിലതിനു മാത്രമാണ് ഗൾഫിൽ ശാഖകളുള്ളത്. ഇവിടങ്ങളിലെ കനത്ത ഫീസ് കാരണം എല്ലാവർക്കും ഈ സ്ഥാപനങ്ങളിലെ തുടർ പഠനം പ്രാപ്യവുമല്ല. പിന്നെ കനത്ത ഫീസ് ഈടാക്കുന്ന വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇവർക്ക് മുന്നിലെ പോംവഴി. മികച്ച ട്രെയിനിങ്ങിന്റെയും കോച്ചിംഗ് സെന്ററുകളുടെയും അഭാവം നാട്ടിലെ തുടർ വിദ്യാഭ്യാസ അവസരം നഷ്ടപ്പെടുന്നതിനും കാരണമാവുന്നു. നല്ലൊരു കോച്ചിങ് സെൻറ്റർ ഒന്നും ഇവിടെ ഇല്ല ഗൾഫിൽ. അതുകൊണ്ട് കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻ പരിചയം കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ NRIകൾക്ക് കൊടുക്കുന്ന ഈ ഫീസ് ഒരു നല്ല എമൗണ്ടാണ്. ഇപ്പം എൻട്രൻസിൽ പാസ്സാകുന്ന ഒരു കുട്ടിക്ക് തുച്ഛമായിട്ടുള്ള പൈസ ഫീസ് കൊടുക്കേണ്ടി വരുമ്പോൾ NRI എന്നുള്ള ഒരു കാരണം കൊണ്ട് വലിയ തുകയാണ് അവർക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോളജ് വില്ലേജ് എടുക്കുകയാണെങ്കിലും അക്കാഡമിക് സിറ്റി എടുക്കുകയാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിലുള്ള ഒരു പ്രവാസിയെ സംബന്ധിച്ച് ഈ കോഴ്സുകളെല്ലാം വളരെ ഉയരത്തിലാണ്. അവർക്ക് മിഡിൽ ക്ലാസ് ആയിരിക്കും മിക്കവാറും ഇതിൽ സഫർ ചെയ്യുന്നത്. അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ളതായാലും അതുപോലെ നമ്മുടെ ചോയ്സുകൾ, നമുക്ക് ഒരു വളരെ വിശാലമായൊരു ആകാശം ഇല്ല ചോയ്സുകൾക്ക്. പരീക്ഷയും സിലബസ് മാറ്റങ്ങളും തീരുമാനിക്കുമ്പോൾ ഗൾഫിലെ സ്കൂളുകളെ പരിഗണിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിൽ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് ജൂണിലാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഏപ്രിൽ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്നു. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ 11ാം ക്ലാസ്സിലെ സിലബസ് മാറി. നമുക്ക് പഠിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. ഇതെങ്ങനെങ്കിലും കുറേ ചാപ്റ്റേഴ്സ് എങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ പറ്റും. 4 വർഷങ്ങൾക്ക് മുന്നേ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച NRI സർവകലാശാല യാഥാർത്ഥ്യമാവാതെ പോയതും ഈ അവഗണനയുടെ തുടർക്കഥയായിരുന്നു. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ KK സുദിൻ, കരിയർ കൗൺസിലർ ട്രെയിനർ, അദ്ദേഹം ദോഹയിൽ നിന്ന് സ്കൈപ്പ് വഴി ചർച്ചയിലെത്തും. ഒപ്പം ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പാൾ മുഹമ്മദ് ഷാഫി, അദ്ദേഹം ദമാമിൽ നിന്ന് ടെലിഫോൺ വഴി ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ മുഹമ്മദ് ഷാഫിയിലേക്ക്. ശ്രീ മുഹമ്മദ് ഷാഫി, കേരളത്തിൽ ഇപ്പോൾ SSLCയിൽ വലിയ വിജയം നേടിയതിൻ്റെ ആഹ്ലാദ പ്രകടനം നടന്നു കഴിഞ്ഞു ഒരു വശത്ത്. മറുവശത്ത് എല്ലാ കുട്ടികൾക്കും സീറ്റ് ലഭിക്കില്ല എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഒരുപക്ഷെ പ്രവാസ ലോകത്ത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ മലയാളികളായി പഠിക്കുന്നുള്ളൂ. ആ കുട്ടികളെ പോലും ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യമോ അവർക്ക് കൃത്യമായ ഉന്നത വിദ്യാഭ്യാസം നടത്താനുള്ള സൗകര്യമോ പ്രവാസ ലോകത്ത് ഇല്ല എന്ന വാർത്തകളാണ് ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ അതുതന്നെയാണോ അവിടുത്തെ അവസ്ഥ? ഒരു പരിധിവരെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പ്രവാസ ലോകത്ത് ഇന്ന് വിദ്യാഭ്യാസം ആവശ്യപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മുമ്പത്തേക്കാൾ കൂടുതൽ പ്രവാസി കുടുംബങ്ങള്, ഫാമിലികള് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നു. പിന്നെ സ്കൂളുകളുടെ സൗകര്യങ്ങൾ അത്രയും വർദ്ധിക്കുന്നില്ല. പിന്നെ ഈ നാട്ടില് UAE-യിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ഖത്തറിലോ ബഹ്റൈനിലൊക്കെ അവിടുത്തെ നിയമങ്ങളനുസരിച്ച് പല റെസ്ട്രിക്ഷൻസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുകളിൽ വരുന്നു. അതനുസരിച്ച് അവർക്ക് കൂടുതൽ കുട്ടികളെ പ്രവേശിപ്പിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ 12,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇപ്പോൾ പുതിയ അധ്യയന വർഷത്തിൽ ഏകദേശം 1500 കുട്ടികൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇപ്പോൾ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. KK സുദിൻ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KK സുദിൻ, ഒരുപക്ഷെ പുതുതലമുറയെ പാകപ്പെടുത്താനുള്ള ഒന്നാണ് ഉന്നത വിദ്യാഭ്യാസം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പ്രവാസ ലോകത്ത് നിന്ന് ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ ഇപ്പോൾ അവിടെയുള്ള തുടർ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ ഇവിടെ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ മിഡിൽ ഈസ്റ്റില് പ്രത്യേകിച്ച് നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ +2 കഴിഞ്ഞവർക്കുള്ള അഡ്മിഷൻ
ഇന്ത്യൻ കുട്ടികളെ മാത്രമല്ല നോൺ അറബ്സുമായിട്ടുള്ള പല രാജ്യക്കാരുള്ള ആളുകൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്കൂളുകൾ ഉദാഹരണം ഖത്തർ എടുക്കുകയാണെങ്കിൽ ഒരു 2000 കുട്ടികൾ 12th എക്സാം പാസ്സായി കഴിഞ്ഞാൽ അതിൽ 50-ൽ താഴെ കുട്ടികൾക്ക് മാത്രമാണ് ഖത്തറിൽ തുടർ വിദ്യാഭ്യാസം കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ കുട്ടികളെ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ളതാണ്. പക്ഷെ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മറ്റു ദുബായ് പോലെയുള്ള രാജ്യങ്ങളെ പോലെ ഖത്തറിലൊക്കെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, കാരണം മാതാപിതാക്കൾ പെൺകുട്ടികളെ നാട്ടിലയക്കാൻ പേടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഖത്തർ പോലത്തുള്ള രാജ്യങ്ങളിലൊക്കെ എംബസി ഇനീഷ്യേറ്റ് എടുത്തുകൊണ്ട് പ്രൊഫഷണൽ കോഴ്സുകളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ഇപ്പോൾ അനീസുദ്ദീൻ എന്ന പ്രേക്ഷകനുണ്ട് റിയാദിൽ നിന്ന്. അനീസുദ്ദീൻ പറഞ്ഞോളൂ. ഹലോ, ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് രാംബിൽ നിന്നാണ്. ഈ പ്രവാസികളായ കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ തുടങ്ങി രക്ഷിതാക്കളുടെ ആശങ്ക. പലപ്പോഴും ഈ വിഷയം നമ്മോട് പറയാറുണ്ട്. കാരണം ഇവിടെ ഉപരിപഠനം നടത്താനുള്ള ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഇല്ല എന്നത് നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ ഒരു പരാജയമാണ്. യഥാർത്ഥത്തിൽ അതിനുള്ള സംവിധാനം എന്തുകൊണ്ട് നമ്മുടെ ബന്ധപ്പെട്ട സർക്കാരുകൾ ഉണ്ടാക്കുന്നില്ല എന്നത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം +2 മുതൽ തുടങ്ങി രക്ഷിതാക്കളുടെ ആശങ്ക. പിന്നെ എവിടെ പഠിപ്പിക്കാൻ, എങ്ങനെ എവിടെ ചേർക്കും, നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ, അവിടെ പോയി അഡ്മിഷൻ കിട്ടുമോ തുടങ്ങിയ കുറെ ആശങ്കകളാണ് ഈ വിഷയത്തിൽ. കാലങ്ങളായിട്ടുള്ള ആശങ്ക. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വിഷയത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. രക്ഷിതാക്കളുടെ ആശങ്കയ്ക്ക് വ്യക്തമായ പരിഹാരം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഗവൺമെന്റും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നാണ് വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിന് ഒരു കാലികമായ ഒരു മാറ്റം ഉണ്ടാവും എന്നും പറയും. ഈ വിഷയം എന്നും ചർച്ച നടത്തുന്ന വിഷയമാണ്, പക്ഷേ ഒരു മാറ്റം ഉണ്ടാവില്ല. റൈറ്റ്, വളരെയധികം നന്ദി അനീസുദ്ദീൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ മുഹമ്മദ് ഷാഫി, നിരവധി ചർച്ചകൾ ഓരോ വർഷവും ഈ ഘട്ടത്തിൽ നടക്കാറുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ SSLCയുമായി ബന്ധപ്പെട്ട് സീറ്റുകളുടെ അഭാവത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ പ്രവാസികളായ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ദീർഘമായ ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷെ ഒന്നും പരിഹരിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. ഒരുപക്ഷേ ഭരണ സംവിധാനത്തിന്റെ പരിധിക്ക് പുറത്താണ് പ്രവാസ ലോകത്തെ ഭൂരിപക്ഷം വരുന്ന കുട്ടികളും. വിദ്യാഭ്യാസ നയരേഖയിൽ പോലും ഇവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നില്ല. ഇത്തരത്തിൽ ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത പ്രശ്നമായി ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം മാറുന്നത് എന്ന് തന്നെ വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. കാരണം നമ്മളുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത്, ഈ നമ്മുടെ രാജ്യത്തിന് ഇത്രയധികം വിദേശ നാണ്യം നേടിത്തരുന്ന പ്രവാസികളായ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിന്നുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് നമ്മുടെ നാട്ടിൽ യാതൊരു സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. കാരണം പ്രവാസി സർവകലാശാലയെ കുറിച്ച് സംസാരിച്ചു, അതിന് യാതൊരു സംവിധാനവും ഇല്ല. മറ്റ് ഉള്ള സർവകലാശാലകളിലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രവാസി വിദ്യാർത്ഥികൾക്ക് സീറ്റ് റിസർവ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള സംവിധാനം എന്തെങ്കിലും ഏർപ്പെടുത്തിയാൽ മാത്രമേ പ്രവാസി കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. അതിന് പകരം പ്രവാസികളെ കൂടുതൽ പിഴിയുന്നതിനും അവരിൽ നിന്ന് കൂടുതൽ പൈസ ഈടാക്കുന്നതിനും വേണ്ടി NRI സീറ്റ് എന്നൊക്കെയുള്ള ചില കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പല പ്രദേശങ്ങളിലും പല സംസ്ഥാനങ്ങളിലും കുട്ടികളെയും രക്ഷിതാക്കളെയും ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അക്കാര്യത്തിൽ കുറച്ചെങ്കിലും ഒരു സഹായകരമായ നിലപാടുള്ളത് കേരള ഗവൺമെന്റാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിദേശത്ത് നിന്ന് പ്രവാസികളായ വിദ്യാർത്ഥികൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റു വിദ്യാർത്ഥികളോടൊപ്പം എൻട്രൻസ് എക്സാം എഴുതാനും അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് മറ്റ് സർവകലാശാലകളിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സീറ്റ് നേടാൻ സാധിക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പേരൻസ് എന്റെ അടുത്ത് വന്ന് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു, സാർ എംബസി മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് ഇന്ത്യ ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തണം. 5 വർഷം അവിടെ നാട്ടിൽ പഠിച്ചിരിക്കണം, 5 വർഷം പഠിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അവിടെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം പരീക്ഷ എഴുതാൻ പറ്റില്ല. ഡൊമൈസൈൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റില്ല. പിന്നെ അവർക്കുള്ള ആകെ ഒരു പോം വഴി എന്താണ്? NRI സീറ്റാണ്. NRI സീറ്റ് എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. അപ്പോൾ നമ്മളുടെ നാട്ടില് നമ്മൾ അതിനുവേണ്ടി ലെജിസ്ലേഷൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥാപനങ്ങൾ NRI സർവകലാശാല പോലുള്ള സ്ഥാപനങ്ങൾ ഇതുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ NRI സർവകലാശാല ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം തീരില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു സർവകലാശാല ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം സെർവ് ചെയ്യാനേ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ സർവകലാശാലകളിലും എല്ലാ കോളേജുകളിലും മറ്റ് വിഭാഗക്കാർക്കുള്ള റിസർവേഷൻ പോലെ ഒരു 5% 3% എന്തെങ്കിലും NRI വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ഉണ്ടാകുകയും അവർക്കും മറ്റുള്ളവരെ പോലെ അവരുടെ സാമ്പത്തിക നില അനുസരിച്ച് ഫീസ് സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥി